ആഗോള രാഷ്ട്രീയത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാൻ അവിടുത്തെ ഭരണകൂടം തന്നെ ഔദ്യോഗികമായി ക്ഷണിച്ചുവെന്ന വിചിത്രമായ അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. അന്താരാഷ്ട്ര നയതന്ത്ര ലോകം അവിശ്വാസത്തോടെയാണ് ട്രംപിന്റെ ഈ പുതിയ പ്രസ്താവനയെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ നടന്ന നാഷണൽ റിപ്പബ്ലിക്കൻ കോൺഗ്രഷണൽ കമ്മിറ്റിയുടെ അത്താഴ വിരുന്നിനിടെയാണ് ട്രംപ് ഈ അവിശ്വസനീയമായ വെളിപ്പെടുത്തൽ നടത്തിയത്. തന്റെ ഭരണത്തിന് കീഴിൽ ഇറാൻ മുട്ടുമടക്കിയെന്നും അവർ തന്നെ ഭരണമേൽപ്പിക്കാൻ തയ്യാറാണെന്നുമാണ് ട്രംപിന്റെ വാദം. ഇറാന്റെ പരമോന്നത നേതാവാകാനും അവിടുത്തെ ഭരണ ചുമതല വഹിക്കാനും നിലവിൽ ആർക്കും താല്പര്യമില്ലാത്ത അവസ്ഥയാണ്. അവിടുത്തെ ഭരണകൂടം ആ പദവി ഏറ്റെടുക്കാൻ എന്നെ ക്ഷണിച്ചിരുന്നു, എന്നാൽ ഞാനത് സ്നേഹപൂർവ്വം നിരസിച്ചുവെന്ന് ട്രംപ് സദസ്സിനോട് പറഞ്ഞു. ട്രംപിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഇത് ട്രംപിന്റെ പതിവ് അതിശയോക്തിയായാണ് കണക്കാക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക ഭരണഘടന അനുസരിച്ച് ഒരു വിദേശിക്ക്, പ്രത്യേകിച്ച് ശത്രുരാജ്യത്തിന്റെ തലവന് ഇത്തരം ഒരു പദവി നൽകുക എന്നത് അസാധ്യമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നു എന്ന തന്റെ മുൻ അവകാശവാദത്തിന് പിന്നാലെയാണ് ട്രംപ് ഈ പുതിയ വെടിപൊട്ടിച്ചത്. എന്നാൽ അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചകൾക്കും നിലവിൽ സാധ്യതയില്ലെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത്. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്ന് ഇറാൻ ആരോപിച്ചു. ട്രംപിന്റെ പ്രസ്താവന കേവലം തമാശയായി മാത്രമേ കാണാൻ കഴിയൂ എന്നും അവർ കൂട്ടിച്ചേർത്തു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗത തടസ്സവും ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളും തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ വാക്പോര് നടക്കുന്നത്. മേഖലയിൽ സംഘർഷം അയവില്ലാതെ തുടരുകയാണ്. അതിനിടെ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമീനിയെയും മറ്റ് പ്രമുഖ നേതാക്കളെയും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിൽ വധിച്ചതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ കൊലപാതകങ്ങളാണ് പശ്ചിമേഷ്യയെ ഇന്നത്തെ ഭീകരമായ യുദ്ധ സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത്. പരമോന്നത നേതാവിനെ ഇല്ലാതാക്കിയാൽ ഇറാനിൽ ഭരണമാറ്റം കൊണ്ടുവരാനാകുമെന്നും ജനങ്ങൾ തെരുവിലിറങ്ങുമെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഇറാൻ അതിശക്തമായ പ്രത്യാക്രമണമാണ് നടത്തിയത്. ഇറാന്റെ സൈനിക ശക്തിയും മിസൈൽ സാങ്കേതികതയും അമേരിക്കൻ കേന്ദ്രങ്ങളെ വിറപ്പിച്ചു. ഭരണകൂടം തകരുന്നതിന് പകരം രാജ്യം കൂടുതൽ ഐക്യപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. ആയത്തുള്ള അലി ഖമീനിയുടെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമീനിയെ ആണ് പുതിയ പരമോന്നത നേതാവായി ഇറാൻ ഔദ്യോഗികമായി തിരഞ്ഞെടുത്തത്. എന്നാൽ അദ്ദേഹം ഇതുവരെയും ഒരു പൊതുവേദിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. അടുത്തിടെ നടന്ന ആക്രമണങ്ങളിൽ മുജ്തബ ഖമീനിക്കും ഗുരുതരമായി പരിക്കേറ്റതായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എങ്കിലും ഇറാന്റെ ഭരണ സംവിധാനം ഇപ്പോൾ പുതിയ നേതൃത്വത്തിന് കീഴിൽ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. താൻ അധികാരത്തിലെത്തിയാൽ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാകില്ലെന്നും എല്ലാ പ്രശ്നങ്ങളും മിനിറ്റുകൾക്കുള്ളിൽ പരിഹരിക്കുമെന്നുമാണ് ട്രംപ് തന്റെ പ്രചാരണ വേളയിൽ നിരന്തരം പറയുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇറാന്റെ മേലുള്ള ഈ അവകാശവാദവും. ഇറാൻ എന്നെ ഭയപ്പെടുന്നു, അവർക്ക് ചർച്ചകൾ വേണം, അവർക്ക് സമാധാനം വേണം, പക്ഷേ എന്റെ നിബന്ധനകൾ അംഗീകരിക്കാൻ അവർ തയ്യാറാകണമെന്ന് ട്രംപ് തന്റെ പ്രസംഗത്തിൽ ആവർത്തിച്ചു. എന്നാൽ യാഥാർത്ഥ്യം ഇതിൽ നിന്നും ഏറെ അകലെയാണെന്ന് വിദഗ്ധർ പറയുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിക്കുന്നതും ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ഇറാന്റെ സ്വാധീനവും ട്രംപിന് അവഗണിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വോട്ടർമാരെ കയ്യിലെടുക്കാനുള്ള ഒരു തന്ത്രമായി മാത്രമേ ഈ ക്ഷണത്തെ കാണാൻ കഴിയൂ. ഇറാന്റെ പരമോന്നത നേതാവ് പദവി എന്നത് കേവലം ഒരു രാഷ്ട്രീയ പദവിയല്ല, മറിച്ച് അതൊരു മതപരമായ സ്ഥാനം കൂടിയാണ്. ഒരു അമുസ്ലിമിന് ആ പദവി നൽകുക എന്നത് ഇറാന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഈ അടിസ്ഥാന വസ്തുത പോലും മറന്നാണ് ട്രംപ് സംസാരിക്കുന്നത്. അമേരിക്കൻ വിദേശ നയം ട്രംപിന്റെ കാലത്ത് അസ്ഥിരമായിരുന്നുവെന്ന് പല മുൻ നയതന്ത്രജ്ഞരും ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം പ്രസ്താവനകൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ പ്രകോപനപരമായ നടപടികൾക്ക് കാരണമാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. നിലവിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധവും ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷവും കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ ഇറാന്റെ കരങ്ങളുണ്ടെന്നാണ് അമേരിക്കയുടെ ആരോപണം. ഈ സാഹചര്യത്തിൽ ട്രംപിന്റെ പ്രസ്താവന എരുതിയിൽ എണ്ണയൊഴിക്കുന്നതിന് തുല്യമാണ്. ഇറാന്റെ പുതിയ നേതൃത്വം ട്രംപിന്റെ അവകാശവാദങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ലോകം ഒരു പുതിയ ലോകമഹായുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഇത്തരം വിചിത്രവാദങ്ങൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നു. ട്രംപിന്റെ പ്രസംഗം വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകും. വൈറ്റ് ഹൌസിലേക്ക് വീണ്ടും എത്താൻ ശ്രമിക്കുന്ന ട്രംപിന് ഇത്തരം നാടകീയ പ്രസ്താവനകൾ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ആയുധമാണ്.